കേരള അത്ലറ്റ് ഫിസിക്സ് അലയൻസ് സംഘടിപ്പിക്കുന്ന 6ാമത് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ചാമ്പ്യൻഷിപ്പ് ജനുവരി 31-ന് ജൈനിമേട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാറ്റഗറി മുതൽ 70 വയസ്സ് വരെയുള്ള 9 കാറ്റഗറികളിലായാണ് മത്സരം. 40ഓളം ക്ലബ്ബുകളിൽ നിന്നായി 300-ലധികം താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. വയസ്സും ഭാരവും മാനദണ്ഡമാക്കിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വനിതാ മത്സരങ്ങൾക്ക് പുറമെ മോം കാറ്റഗറിയിലും മത്സരം നടക്കും. 1, 2, 3 സ്ഥാനക്കാർക്ക് ട്രോഫി, സർട്ടിഫിക്കറ്റ് എന്നിവയും നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വുമൻസിന്റെ പെർഫോമൻസ് ആണ് വരിക. അതെ, അപ്പോൾ അത് ഫിറ്റ്നസ് കാറ്റഗറിയിലാണ് വരിക. ഇല്ല, അവരുടെ ബോഡി ബിൽഡിംഗ് ആണ് വരുന്നത്. പുരുഷന്മാർക്ക് അതെ 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 അത് മെൻ ഫിസിക്കായിട്ട് വരുന്നുണ്ട്, ക്ലാസിക് ഫിസിക്കായിട്ട് വരുന്നുണ്ട്. ബോഡി ബിൽഡിങ്ങിൻ്റെ വകഭേദങ്ങളായിട്ട് ബോഡിയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള വകഭേദങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. മെൻ ഫിറ്റ്നസ്, ക്ലാസിക് ഫിറ്റ്നസ്, ബോഡി ബിൽഡിംഗ്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ 9 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഇവർ വുമൻസിൻ്റെ 2 പെർഫോമൻസ് തന്നെയാണ്. അവരുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്ത്, സ്പീഡ്, ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു രീതിയാണ്. പെർഫോമൻസ് ബേസ്ഡ് ആണ്. ചെയർമാൻ നിയാസ്, പ്രസിഡന്റ് സദക്കത്ത്, സെക്രട്ടറി സതീഷ് മങ്കര, സംസ്ഥാന ട്രഷറർ മുരളീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.